മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നടപടിക്രമങ്ങളിലെ സ്വാഭാവിക കാലതാമസം കൊണ്ട് ഉണ്ടായതാണെന്നും ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഭരണസമിതി. ഓഡിറ്റ് പരാമർശങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥ തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ വേഗത്തിലാക്കുവാനും ഭരണസമിതി യോഗം ചേർന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലെ 2024-25 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നടപടിക്രമങ്ങളിലെ സ്വാഭാവിക കാലതാമസം കൊണ്ടുണ്ടായതാണെന്നും ഭരണപരമായ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ഭരണസമിതി. ബ്ലോക്ക് പഞ്ചായത്ത്, KSCB, അനേർട്ട്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ സർക്കാർ ഏജൻസികൾ വഴി നടത്തുന്ന സ്ട്രീറ്റ് ലൈൻ നിർമ്മാണം, സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കൽ, കുഴൽക്കിണർ നിർമ്മാണം എന്നിവയ്ക്കായി നൽകിയ ഡിപ്പോസിറ്റ് തുകയുടെ വിനിയോഗ സർട്ടിഫിക്കറ്റ് യഥാസമയം ലഭ്യമാകാത്തത് സ്വാഭാവിക കാലതാമസമാണെന്നാണ് വിശദീകരണം. ബ്ലോക്ക് പഞ്ചായത്തിന് നേരിട്ട് നിർവഹിക്കാൻ കഴിയാത്ത ഇത്തരം പ്രവൃത്തികൾ മറ്റ് സർക്കാർ വകുപ്പുകൾ വഴിയാണ് നടപ്പാക്കുന്നത്. ഇതിനായി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വകയിരുത്തുകയും അതത് ഡിപ്പാർട്ട്മെന്റുകളുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് തുക ഡിപ്പോസിറ്റ് ചെയ്യുകയുമാണ് പതിവ്. തുക ലഭ്യമായ ശേഷമേ ഈ ഏജൻസികൾ ടെൻഡർ നടപടികളിലേക്ക് കടക്കൂ. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് കുഴൽക്കിണർ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നെങ്കിലും തുകയുടെ അപര്യാപ്തത മൂലം മോട്ടോർ സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനായി പുതിയ പദ്ധതിയിൽ തുക ഉൾപ്പെടുത്തി കൈമാറിയിട്ടുണ്ടെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഓഡിറ്റ് പരാമർശങ്ങൾ നീക്കുന്നതിനായി ഉദ്യോഗസ്ഥ തലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ വേഗത്തിലാക്കാൻ ഭരണസമിതി യോഗം ചേർന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായി രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.